ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം 8ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 9ഓടെ ദൗത്യം ആരംഭിക്കാനായിരുന്നു തീരുമാനമെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഹെലികോപ്റ്ററിന് പ്രയാസമായതിനാലാണ് വൈകിയത്. പ്രത്യേക ദൗത്യ സംഘവുമായുള്ള വ്യോമസേനയുടെ ഹെലികോപ്റ്റർ സൂചിപ്പാറ പോത്തുകല്ലു ഭാഗത്തെ വനമേഖലയിലേക്ക് പുറപ്പെട്ടത് 12 മണിക്കാണ്. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്ത ഹെലികോപ്റ്റർ സേനാംഗങ്ങളുമായി 12 മണിയോടെയാണ് പറന്നുയർന്നത്. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ വിദഗ്ധ പരിശീലനം ലഭിച്ച കമാൻഡോകളും സൈനികരുമാണ് സംഘത്തിലുള്ളത്. ഗൈഡുകളായി വനംവകുപ്പ് ജീവനക്കാരും ഇവർക്കൊപ്പമുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് ക്യാമ്പിലെ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാധാകൃഷ്ണൻ ദൗത്യത്തിന് നേതൃത്വം നൽകി. ഉരുൾപൊട്ടി വെള്ളമൊഴുകിയ വഴിയിലൂടെയാണ് പരിശോധന നടത്തുക. സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിലും ചാലിയാറിന്റെ തീരങ്ങളിലുമാണ് പ്രധാനമായും തിരച്ചിൽ. 6 പേർ വീതമുള്ള 2 സംഘമായി തിരിഞ്ഞാണ് ഈ മേഖലകളിലെ പരിശോധന. 2 വനം വകുപ്പ് ജീവനക്കാരും 4 സൈനികരും അടങ്ങുന്ന ആദ്യ സംഘമാണ് ഹെലികോപ്റ്ററിൽ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഇവരെ എയർ ഡ്രോപ്പ് ചെയ്ത ശേഷം തിരികെ എത്തിയാണ് 4 കമാൻഡോകളും 2 സൈനികരും അടങ്ങുന്ന രണ്ടാമത്തെ സംഘവുമായി യാത്ര തിരിക്കുക. അതേസമയം നിലമ്പൂരിലെ പോത്തുകല്ല് മുണ്ടേരി ഭാഗത്തുനിന്ന് 2 ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തി. ദുരന്തത്തിൽ ഇതുവരെ 402 പേർ മരിച്ചെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഇന്നലെ മുതൽ രക്ഷാപ്രവർത്തകരുടെ എണ്ണം പാസ് ഉപയോഗിച്ച് നിയന്ത്രിച്ചിരുന്നു. ആൾക്കാർ കൂടുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന പശ്ചാത്തലത്തിലായിരുന്നു നടപടി. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ സൈന്യം തീരുമാനിക്കും വരെ തിരച്ചിൽ തുടരണമെന്നാണ് മന്ത്രിസഭ ഉപസമിതിയുടെ തീരുമാനം. അതേസമയം ഇന്നത്തെ തിരച്ചിലിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു. ഉരുൾപൊട്ടലിൽ മരിച്ച് തിരിച്ചറിയാത്തവരുടെ മൃതദേഹം ഇന്നലെയും പുത്തുമലയിൽ കൂട്ടമായിട്ടാണ് സംസ്കരിച്ചത്. 29 മൃതദേഹവും 154 ശരീരഭാഗങ്ങളുമാണ് സംസ്കരിച്ചത്. മൃതദേഹം ബന്ധുക്കൾക്ക് പിന്നീട് തിരിച്ചറിയാനുള്ള അടയാളങ്ങളോടെ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു കൂട്ടസംസ്കാരം നടത്തിയത്. ഇന്നലെ ചാലിയാറിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ ലഭിച്ചിരുന്നു. ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ 76ഉം ശരീരഭാഗങ്ങൾ 159ഉം ആയി. 38 പുരുഷന്മാരുടെയും 31 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 4 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് ലഭിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ വാണിയമ്പുഴയിൽ നിന്നാണ് 2 ശരീരഭാഗങ്ങൾ ലഭിച്ചത്. നിലവിൽ ഈ 2 ശരീരഭാഗങ്ങൾ മാത്രമാണ് ജില്ലാ ആശുപത്രിയിൽ അവശേഷിക്കുന്നത്. ബാക്കിയുള്ള 233 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും 3 ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു.